ബിജെപിയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയെന്ന് സംസ്ഥാന നേതൃയോഗത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നു. ക്രിസ്ത്യൻ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ചില നേതാക്കൾ നേതൃത്വത്തെ പറ്റിക്കുന്നുവെന്നും അതിന്റെ പേരിൽ കോടികൾ കൊണ്ടുപോയി എന്നും യോഗത്തിൽ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഇപ്പോൾ വോട്ട് ശതമാനത്തിലുണ്ടായ കുറവ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അത് വിശദമായി പരിശോധിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ നമ്മളോട് പറഞ്ഞിരുന്നു. അതിലൊക്കെയുള്ള വിശദമായ ചർച്ചകളാണോ നടന്നത്? എന്തൊക്കെയാണ് വിലയിരുത്തൽ? തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനാണ് ഇന്ന് കണ്ണൂരിൽ ഈ സംസ്ഥാന നേതൃയോഗം ചേർന്നത്. നേരത്തെ തന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഈ ക്രിസ്ത്യൻ നേതാക്കൾ പ്രാധാന്യം ലഭിക്കുന്നുവെന്ന് ചില അഭിപ്രായ വ്യത്യാസം സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. ചിലവരുടെ ആശയങ്ങളിൽ നിന്ന് പാർട്ടി വ്യതിചലിക്കുന്നുവെന്നും അടിസ്ഥാന തത്വമായ ഹിന്ദുത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുവെന്നും കാവിക്കൊടി പോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുമുള്ള വിമർശനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിലാണ് ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അത് പാളിയത് അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിനാണെന്ന് വിമർശനം ഉയർന്നത്. ചില നേതാക്കൾ ക്രിസ്ത്യൻ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് നേതൃത്വത്തെ പറ്റിക്കുന്നു, അതിന്റെ പേരിൽ കോടികൾ കൊണ്ടുപോയെന്നും വിമർശനം ഉയർന്നു. വോട്ട് ശതമാനം കുറഞ്ഞതിൽ അതിന്റെ കാരണം നേതൃത്വം തന്നെ വ്യക്തമാക്കണം. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതൽ കിട്ടിയിരുന്ന തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40% വോട്ട് കിട്ടിയ തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പകുതി പോലും വോട്ടുകൾ BJPക്ക് സംഭരിക്കാനായില്ല. ഈ വോട്ട് ശതമാനം കുറഞ്ഞതിൽ ഇതിന്റെ കാരണം നേതൃത്വം വ്യക്തമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ കേരളത്തിലുണ്ടായിരുന്ന BJP അനുകൂല തരംഗം മുതലെടുക്കാൻ കഴിഞ്ഞില്ലെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ സ്ഥാനത്തിൽ അക്കാര്യത്തിൽ 4 പേരുടെ പട്ടിക കേന്ദ്രത്തിന് അയക്കുകയും ചെയ്തു. VV രാജേഷ്, R ശ്രീലേഖ, കരമന, അജിത്ത്, B ഗിരി എന്നിവരുടെ പേരുകളാണ് കേന്ദ്രത്തിന് അയച്ചത്. അതാണ് 2020-നേക്കാൾ നേട്ടം ഇത്തവണ ഉണ്ടാക്കിയിട്ടുണ്ട്, പഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള തരത്തിൽ ജില്ലാ പ്രസിഡന്റുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഈ യോഗത്തിൽ എന്നതും ഈ വാർത്തയുടെ മറ്റൊരു വിശദാംശമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.